രാഹുൽ ഗാന്ധി വയനാട് ഒഴിയുന്നു എന്ന് പറയുമ്പോൾ രാഹുൽ വയനാടിനെ വഞ്ചിക്കുന്നു എന്നുള്ളതായിരുന്നു മറ്റു പാർട്ടികൾ ഉന്നയിച്ച ഒരു ആരോപണം എന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി ചുരം കയറി എത്തുന്നു എന്ന് പറയുന്നത് UDF-ന് അതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന, UDF-ന് ഒരു വലിയ ആഘോഷമാക്കാൻ കഴിയുന്ന സംഭവവികാസങ്ങൾക്ക് കൂടിയാണ്, രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കൂടിയാണ് തുടക്കമാക്കുന്നത്. എന്നാലും പ്രിയങ്ക എങ്ങനെ സ്വീകരിക്കാനാണ് കോൺഗ്രസിന്റെ ഒരുക്കം? മധു, ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ UDF ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധം തീർക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ UDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ്. വലിയ രീതിയിലുള്ള ഒരു വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾക്കുള്ളത്. ഭൂരിപക്ഷം കൂട്ടും എന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. നമുക്ക് ആളുകളുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. ഈ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ജനങ്ങളെ പൊട്ടന്മാരാക്കാനല്ലാണ്ടെന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? പറഞ്ഞാൽ ഇപ്പോൾ രാഹുൽ നിന്ന് ജയിച്ച് മൂപ്പര് പോയി, ഇപ്പം പ്രിയങ്ക നിന്ന് ജയിച്ചിട്ട് അവർ നാളെ ചടയിറങ്ങില്ലെന്ന് പറയാൻ പറ്റുമോ? വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വയനാട്ടിൽ പൊതുവെ സാമ്പത്തികമായ വലിയ പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് സാമ്പത്തികമായിട്ട്. പ്രിയങ്ക ഗാന്ധിയെ മത്സരിക്കുന്നോ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് മാത്രമല്ല വിഷയം. ജനങ്ങളെ പൊതു വികാരം എന്ന നിലയിൽ സാമ്പത്തികം വലിയ പ്രയാസം തന്നെയാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധി വന്നു, കുറച്ചു കാലം ഇവിടെ നിന്നു. ഇവിടെ നാടിന് കിട്ടിയ എണ്ണിക്കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വികസനം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന എന്താ ഉള്ളത്? പ്രിയങ്ക ഗാന്ധി എന്ന വ്യക്തി ഇപ്പോൾ വരുന്നു. അവരും ഇതേപോലെ തന്നെ ഇവിടെ വല്ല കാലത്തും വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ വന്ന് പോകുന്ന ഒരു സ്ഥിതിയാണ് പൊതുവെ ഉണ്ടാവുക. അത് ശരിയല്ല. വരുന്ന ആളുകൾ ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് വിലയിരുത്താനുള്ളത്. അതിന് തക്കതായ ഒരു കാര്യം നടക്കണം എന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ വേണ്ടത്. രാഹുൽ ഗാന്ധി 5 വർഷത്തോളം ഹിന്ദി ഹൃദയഭൂമിയിലും അവിടെ ഇവിടെയും ജോഡോ യാത്രയും അതും ഇതും നടത്തിയിട്ടൊക്കെ ആണ് ഇന്ത്യ മുന്നണിയെ ഈ വിജയത്തിൽ എത്തിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 സ്ഥലത്ത് മത്സരിക്കേണ്ടി വന്നത്. അത് അവിടെ UP-യിൽ അവിടെ റായ്ബറയിൽ നിൽക്കുകയും ഇവിടെയും ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സ്വാഭാവികമായിട്ടും അതിൻ്റെതൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇവിടെ പ്രിയങ്ക ഗാന്ധി നിർത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ പെങ്ങളെ തന്നെ നിർത്തുന്നു. നെഹ്റു കുടുംബമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തുന്നത്. ഭൂരിപക്ഷം കൂടുമോ? ഒരു 5 ലക്ഷം ആവും. 5 ലക്ഷം. കാലാകാലങ്ങളായി വയനാട്ടുകാരുടെ പ്രശ്നങ്ങൾ, മെഡിക്കൽ കോളേജ്, രാത്രിയാത്രാ നിരോധനം, വന്യമൃഗശല്യം, ഇതിനൊന്നും ശാശ്വത പരിഹാരം കാണാൻ കാലാകാലങ്ങളായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനും സാധിച്ചിട്ടില്ല. അതിന് ഒരു പരിഹാരം കാണുന്നു. അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒരു പരിഹാരം കാണുമെന്ന് പറഞ്ഞു വരുന്നതാണെങ്കിൽ അവർക്ക് നമ്മളെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് പ്രിയങ്ക ഗാന്ധി വരുന്നതിനെക്കുറിച്ച്? പ്രിയങ്ക ഗാന്ധി വരുന്നതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കും വയനാട് മണ്ഡലം. അതേപോലെ തന്നെ ദേശീയ തലത്തിലുള്ള പല നേതാക്കന്മാരും നമ്മളെ വയനാട് മണ്ഡലത്തിൽ വരും. അതേപോലെ തന്നെ CPI-യും BJP-യും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തും. അതുപോലെ തന്നെ മാനന്തവാടിയിൽ ഒരുപാട് ഹെലികോപ്റ്ററുകൾ പാറിപ്പറക്കും. അത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്താ പറയാനുള്ള? ഉഷാറായിട്ട് വരും. പ്രിയങ്ക ഗാന്ധി അല്ലേ വരുന്നത്? നേരത്തെ ഒരാൾ പറഞ്ഞ വയനാട് തിളങ്ങും. മിന്നും 5 ലക്ഷം ഭൂരിപക്ഷം കൂടും. മധു, പല അഭിപ്രായങ്ങളും ഇത്തരത്തിലുണ്ട്. എല്ലാവരും അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ആവർത്തിക്കുന്നതിൽ കുറച്ച് ആളുകൾക്കെങ്കിലും പ്രതിഷേധമുണ്ട്. അതുപോലെ ഈ എപ്പോഴെങ്കിലും വരുന്ന MP വേണ്ട എന്നുള്ള വാദവും നമ്മൾ കേട്ടു. പക്ഷേ പ്രിയങ്ക ഗാന്ധി വരുന്നതിൽ എന്തായാലും UDF ക്യാമ്പ് വലിയ ആവേശത്തിൽ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക തന്നെ വരണമെന്നത് UDF-ന്റെ ഒരു ആവശ്യമായിരുന്നു. അത് അംഗീകരിക്കപ്പെട്ടതിലുള്ള സന്തോഷമുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതോടുകൂടി മാത്രമേ ഈ രാഷ്ട്രീയ രംഗം സജീവമാവുകയുള്ളൂ. ശരി, എന്തായാലും ആദ്യ പ്രതികരണത്തിൽ നിന്ന് തന്നെ, കമല മൈക്ക് നീട്ടിയപ്പോൾ കിട്ടിയ ആദ്യ പ്രതികരണത്തിൽ നിന്ന് തന്നെ എന്തായിരിക്കും ഇത്തവണത്തെ പ്രചാരണത്തെ ചൂടുപിടിപ്പിക്കുന്ന വിഷയം എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ വ്യക്തമാവുകയും ചെയ്തു. വണ്ടൂരിൽ നിന്ന് അരുൺ അമൃത്നാഥ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അരുൺ, അതായത് നമ്മുടെ UDF-ന്റെ ഒരു ഉറച്ച കോട്ടയാണ്. അവിടെ ഫലത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് പോലുമില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് കൂടി വരികയാണ്. ഇന്ത്യ മുന്നണിക്ക് ഒരു യോജിച്ച സ്ഥാനാർത്ഥി ഉണ്ടാകണം. പ്രത്യേകിച്ച് മറ്റെവിടത്തെയും ഫലത്തെ ഒന്നും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല എന്നുള്ള ആവശ്യങ്ങൾ, ചില വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന് വയനാട് വേദിയാകും എന്ന തരത്തിലുള്ള വിശകലനങ്ങളുമുണ്ട്. എങ്ങനെയാണ് ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം, അരുൺ? മാധു തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വണ്ടൂരും നിലമ്പൂരും ഏറനാടുമാണ് മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായി. ഈ 3 മണ്ഡലങ്ങൾ തമ്മിലാണ് കോമ്പറ്റീഷൻ ഈ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ. മറ്റൊരു സംശയം എന്തായാലും ഈ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഈ രമേശ് ചെന്നിത്തല എടവണ്ണയിൽ രാഹുൽ ഗാന്ധി നന്ദി പറയാനെത്തിയ ആദ്യ യോഗത്തിൽ രമേശ് ചെന്നിത്തല പ്രസംഗിക്കുന്നതിനിടെ പറയുന്നുണ്ടായിരുന്നു എടവണ്ണയിലാണല്ലേ ഭൂരിപക്ഷം എന്ന് ചോദിക്കുകയാണ് ഉണ്ടായത്. അപ്പം തന്നെ PK ബഷീർ MLA ഇടപെട്ടു, വണ്ടൂരിൽ നിന്ന് AP അനിൽകുമാർ ഇടപെട്ടു, നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്തും ഇടപെട്ടു. ഈ ഭൂരിപക്ഷം ഞങ്ങളാണ് ഒരു പടി മുന്നിൽ എന്നുള്ളൊരു ചർച്ചയാണ്.
അപ്പോൾ ഒരു സമവായത്തിലെത്തി. മൂന്നും പ്രശംസനീയമാണ്, മൂന്ന് മണ്ഡലത്തിൻ്റെയും പ്രകടനം പ്രശംസനീയമാണെന്ന് 2019 രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ തന്നെ ലീഗിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രകടനം തന്നെയാണ് ലീഗ് പ്രചാരണത്തിൽ ഉൾപ്പെടെ കാഴ്ചവെച്ചത്. അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടി. ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ എന്തായാലും വലിയൊരു ഉത്സാഹം നമുക്ക് കാണുന്നുണ്ട്. ചില ഭിന്നാഭിപ്രായങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി പോകുന്നതിലൊരു നിരാശയുണ്ട്, പക്ഷേ പ്രിയങ്ക ഗാന്ധി വരുന്നതിൽ സന്തോഷം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും നമ്മൾ കേട്ടു. ഇനി യൂത്തിൻ്റെ പൾസ് തന്നെയാണ് നമ്മളിപ്പോൾ വണ്ടൂരിൽ നിന്ന് അറിയാൻ പോകുന്നത്. മമ്പാട് MES കോളേജിന് മുന്നിലാണ് ഞങ്ങളുള്ളത്. പ്രിയങ്ക ഗാന്ധി വരുന്നതിന് എങ്ങനെയാണ് കാണുന്നത്? സന്തോഷം, വളരെ സന്തോഷം. അതേ സന്തോഷമുണ്ടോ? അതെ, സന്തോഷം. ഒരിക്കൽ കൂടി രാഹുൽ പോയതിൻ്റെ നിരാശയാണോ പ്രിയങ്ക വരുന്നതിൽ സന്തോഷമാണോ കൂടുതൽ? സന്തോഷം കൂടുതലാണ്. രാഹുൽ പോകുന്നതും ഒരു നല്ല ഒരു ലക്ഷ്യത്തിനാണെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ തന്നെ വിചാരിക്കാം. എന്താണ്, ഇതേ അഭിപ്രായം തന്നെയാണോ? വ്യത്യാസം ഉണ്ടോ? ഇല്ലല്ല, രാഹുൽ ഗാന്ധി പോകണ ചെറിയ നിരാശ ഉണ്ടെങ്കിലും ഏറ്റവും എന്തുകൊണ്ടും നല്ലൊരാളെ തന്നെയാണ് രാഹുൽ ഗാന്ധി സെലക്ട് ചെയ്തത്. അതുകൊണ്ട് സന്തോഷം തന്നെ. രാഹുൽ പറഞ്ഞ ഒരു കാര്യം, റായ്പലർക്കും വയനാടിനും സന്തോഷം ഉണ്ടാകുന്ന തീരുമാനം എടുക്കുകയാണ്. അത്തരത്തിൽ സന്തോഷം ഉണ്ടാക്കിയോ? സന്തോഷം ഉണ്ടാക്കിയതാണ്. എന്തായാലും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. അതെ, നല്ല വിജയം ഉണ്ടാവും അല്ലേ? രാഹുൽ ഗാന്ധിനെ കടത്തി വിട്ടു. രാഹുൽ ഗാന്ധിനെ കടത്തി വിട്ടു അറിയില്ല, പക്ഷെ നല്ല വിജയം ഉണ്ടാവും. ഇവിടുത്തെ വോട്ടർ തന്നെയാണ്, വണ്ടൂരത്തെ വോട്ടർ. വണ്ടൂരത്തെ വോട്ടർ. അപ്പോൾ ഇവിടെ എല്ലാവരും വ്യത്യസ്ത അഭിപ്രായമൊന്നും കിട്ടിയില്ല. നമ്മളെ കണ്ട വിദ്യാർത്ഥികളൊക്കെ ഹാപ്പിയാണെന്നാണ് പറയുന്നത്. പ്രിയങ്ക വരുന്നതിൽ വലിയൊരു സന്തോഷം എന്തായാലും വിദ്യാർത്ഥികൾ അങ്ങനെ യുവത്വം അറിയിക്കുന്നുണ്ട്. അപ്പോൾ മണ്ഡലത്തിലൊരു സാഹചര്യം അങ്ങനെ തന്നെയാണ്. ഈ ലീഗിൻ്റെ ഇന്നലെ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയതും അത് തന്നെയാണ്. പോസിറ്റീവാണ്, കോൺഫിഡൻസ് നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ്. ഇന്ത്യ മുന്നണിക്കും UDF-നും കേരളത്തിൽ ഊർജ്ജം നൽകുന്ന ഒരു തീരുമാനമാണ് എടുത്തതെന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. UDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണ് എന്തായാലും മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങൾ. മാധു, ശരി. എന്തായാലും കമലും അരുൺ അമൃതനാഥുമാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. പ്രിയങ്ക വയനാടൻ ചുരം കയറി എത്തുന്നു എന്ന വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ മുതൽ ആവേശത്തിലേക്ക് മാറുകയാണ് UDF ക്യാമ്പ്. രാഹുൽ അങ്ങനെ വയനാടിനെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാനും പ്രിയങ്കയും ഒരുമിച്ച് വയനാടിന് വേണ്ടി പാർലമെന്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി പ്രതിരോധം സൃഷ്ടിക്കുകയാണ് UDF. പക്ഷെ നമ്മൾ ആദ്യത്തെ പ്രതികരണം കമൽ മയക്ക് നീട്ടിയപ്പോൾ കണ്ടു. അത് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യത എന്തിനുണ്ടാക്കുന്നു ജനാധിപത്യത്തിന് എന്ന ചോദ്യമാണ്. ഇന്നലെ ആനിരാജ അടക്കം പ്രിയങ്ക ഗാന്ധി വരുന്നതിനെ സംബന്ധിച്ചുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തു.